വെൽക്കം once again to a new video from Trip to my garden channel. നമുക്ക് ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള ബൊഗൈൻവില്ല വെറൈറ്റീസിനെ പരിചയപ്പെടാം. ഇത് ഫ്ലെയിം റെഡ് എന്ന വെറൈറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഫ്ലവറാണ്. ഇത് റൂബി റെഡാണ്. അതിൻ്റെ കളർ ഒരു പ്രത്യേക ഭംഗിയാണ് റൂബി റെഡിൻ്റെ. അതും നല്ലൊരു വെറൈറ്റിയാണ്. ഇതാണ് ചില്ലി ഐസ്ക്രീം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് 2-3 കളറുകൾ ചേർന്ന് വരുന്ന ഒരു ഫ്ലവറാണ്. ആ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. കാരണം ആ പൂവിൻ്റെ വീനേഷൻ നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ കഴിയും. അത് ചില്ലി വെറൈറ്റീസിൽ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. നിങ്ങളെല്ലാവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇത് തായ് വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ വളർത്താൻ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. ബുഷായിട്ട് വളർത്താൻ വളരെ നല്ലതാണ്. ഇതാണ് ചില്ലി ഐസ്ക്രീം. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ. അതിൻ്റെ വീനേഷൻ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കുറച്ച് ഹൈറ്റ് വരുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു ട്രെല്ലിസിലോ അല്ലെങ്കിൽ ഒരു ഗേറ്റിലൊക്കെ വളർത്താൻ വളരെ ബെസ്റ്റ് ഒരു പ്ലാന്റാണ്. ഇതാണ് ഹവായി വൈറ്റ്. നമുക്ക് ഒരു ഹാങ്ങിങ് പോട്ടിലും അല്ലെങ്കിൽ ബുഷായിട്ടൊക്കെ വളർത്താൻ നല്ലൊരു വെറൈറ്റിയാണ്. ഹാങ്ങിങ് പോട്ടിലേക്ക് മാത്രമല്ല, നമുക്ക് ബുഷായിട്ടൊരു പോട്ടിലൊക്കെ വളർത്തി ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഹവായി വൈറ്റ്. ഈ വൈറ്റ് വെറൈറ്റീസിനെല്ലാം ഒരു പ്രത്യേകത തന്നെയാണ്. ഇതാണ് വെരിഗേറ്റഡ് യെല്ലോ വെറൈറ്റി. വളരെ വലിപ്പമുള്ള നല്ല പൂക്കളാണ് ഇതിന്. നല്ല ഹാർഡ് സ്റ്റെമ്മും കട്ടിയുള്ള ലീഫും വെരിഗേറ്റഡ് ലീഫുമാണ്. ഇത് അർജുന. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ്. തുടക്കത്തിൽ പൂക്കൾ ഇങ്ങനെയാണ് കാണുന്നത് വിരിഞ്ഞു തുടങ്ങുമ്പോൾ. പിന്നീട് 2-3-4 കളറുകൾ കയറി വന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കളറുകളുടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയാണ്. ബഞ്ചസ് ആയിട്ടുണ്ടാവും. പീച്ച്, പിങ്ക്, യെല്ലോ ഈ 3 കളറും കൂടെ ചേർന്ന ഒരു ഫ്ലവർ ബഞ്ചാണ് ഇതിന്. ഈ ബൊഗൈൻവില്ലയുടെ പേരാണ് മിസ് വേൾഡ്. ആ പേര് പോലെ തന്നെയാണ്. വളരെയേറെ ഭംഗിയുള്ള ഒരു പൂവ് തന്നെയാണിത്. ലോകസുന്ദരി അല്ലെങ്കിൽ വിശ്വസുന്ദരി എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രയും നല്ല പൂക്കളാണ്. അതിന് ആ കളറെന്ന് പറയുമ്പോൾ പല പ്ലാന്റുകൾ ഞാൻ നട്ടിട്ടുണ്ട് ഇതിൻ്റെ. അത് ഓരോന്നിലും ഓരോ കളറായിട്ട് നമുക്ക് കാണും. ആദ്യം ചിലതിലൊക്കെ നല്ല കളറ് വരും, ചിലതിലൊക്കെ ലൈറ്റ് പേസ്റ്റൽ കളറുകളാണ് ആദ്യം കൂടുതൽ വരുന്നത്. നല്ല വലിപ്പമുള്ള പൂക്കളും കുലകുലകളായിട്ടുണ്ടാകുന്നതുമാണ് ഇതിലെ പൂക്കൾ. ചില്ലി വെറൈറ്റീസിൽ വരുന്ന യെല്ലോ ഫ്ലവറാണ്. നല്ല ബ്രൈറ്റ് യെല്ലോയാണ്. മനോഹരമായ ഒരു യെല്ലോ ഫ്ലവറാണ്. ചില്ലി ഐസ്ക്രീം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് ചില്ലി വെറൈറ്റീസ്. ഇത് ഫോർമോസ പിങ്ക് എന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ബിഗ് സൈസ് ഫ്ലവർ ഉള്ള ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫിനാണെങ്കിൽ നല്ല ഈ ലെമൺ യെല്ലോ കളറും കൂടെ ഉള്ള ഒരു ലീഫാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സാണ്. ആ ഫ്ലവർ കാണുമ്പോൾ നമുക്കൊരു ലീഫ് പോലെ തന്നെ തോന്നും അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ. ഇതാണ് സക്കൂറ ബെലാക്കാൻ. ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ബൊഗൈൻവില്ല വളർത്തുമ്പോൾ നമുക്കൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ്. ഹാങ്ങിങ് പോട്ടിൽ മാത്രമല്ല, ഒരു ബുഷായിട്ടൊക്കെ ഒരു പോട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനും പറ്റിയൊരു വെറൈറ്റിയാണ് സക്കൂറ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ആണ് ഇത് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടത്. പക്ഷേ ഇപ്പോഴും ആ പ്ലാന്റിന് ഹൈലി ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ്. വളരെ വിലയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ബ്രിസ റെഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള നിറഞ്ഞു പൂക്കുന്ന, ഇലകൾ കാണാതെ പൂക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണിത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ബ്രിസ വെറൈറ്റിയിൽ പല കളറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഹെവി ബ്ലൂമറായിട്ടുള്ള ഒരു ബൊഗൈൻവില്ല പ്ലാന്റാണ്. ബ്രിസ വെറൈറ്റീസ് കുറച്ച് മെച്ചുവർ പ്ലാന്റ് ആണെങ്കിൽ അതിൽ ഇലകൾ കാണാത്ത രീതിയിൽ പൂക്കളുണ്ടാവും. ഇത് ഫോർമോസ പിങ്ക്. അതും അതുപോലെ തന്നെയാണ്, നിറയെ പൂക്കും. അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ബട്ടർഫ്ലൈസ് നിറയെ ആ ചെടികളിൽ വന്ന് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതാണ് ടാങ്ലോങ് പീച്ച്. ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഞ്ചസായിട്ട് ഫ്ലവേഴ്സ് വരും, പക്ഷേ ആ ഫ്ലവേഴ്സൊന്നും ഫുള്ളായിട്ട് ഓപ്പണായിട്ട് വരില്ല. അതാണ് ആ വെറൈറ്റിയുടെ ഒരു പ്രത്യേകത. ഇത് പിങ്കും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പീച്ചും പിങ്കും 2 ടൈപ്പുള്ള ടാങ്ലോങ് ഉണ്ട്. അപ്പോൾ രണ്ടും വളരെ മനോഹരമായ പൂക്കൾ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഇന്നോ നാളെയോ ഒക്കെ വിരിയാനായിട്ട് നിൽക്കുന്ന മൊട്ടുകളുടെ ഒരു കുലകളാണെന്ന് തോന്നും. പക്ഷേ അത് വിരിയില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതാണ് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന വെറൈറ്റി.
ചെറിയ സ്ലെൻഡറായിട്ടുള്ള ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ഫ്ലവറാണ് എൻ്റെ. ലീഫിനാണെങ്കിലും വേരിഗേഷനുണ്ട്. മറ്റൊരു തരത്തിലുള്ള ബട്ടർഫ്ലൈയും ഉണ്ട്. അതിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ ഒരു സ്മോക്കി സിൽവറിഷ് കോട്ടിംഗ് ഉള്ളതുപോലെയുള്ള ലീഫാണ്. അങ്ങനെ 2 തരത്തിലുള്ള ബട്ടർഫ്ലൈസ് എൻ്റെ ഗാർഡനിലുള്ള കളക്ഷനിലുണ്ട്. ഇതിൻ്റെ ലീഫ് അങ്ങനെയാണ്, ഒരു സിൽവർ പോലെ തോന്നിക്കുന്ന ഒരു കോട്ടിംഗ് പോലെയുള്ളതാണ്. ഈ കാണുന്നതാണ് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ. അങ്ങനെ 2 തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്. ഇത് മഹാറ വെറൈറ്റിയാണ്. അതിൻ്റെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതുപോലെ ലൈറ്റ് ഒരു യെല്ലോ കളറിലാണ് തുടക്കം. പിന്നീട് അതിന് കളർ ചേഞ്ച് വന്ന് 2 കളറുകൾ ആഡ് ചെയ്ത് വരുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ ആ മഹാറ വെറൈറ്റി ഇങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യും, 2 കളറാവും. ഒരു പിങ്കും ഉള്ളിലൊരു ഓറഞ്ചിൻ്റെ ഷെയ്ഡും കൂടെ ചേർന്ന് നല്ല അടുക്കുകളായിട്ടുള്ള നല്ല ബഞ്ചസ്സാണ്. നല്ല ഭംഗിയാണ് ആ ഫ്ലവറിനെ കാണാൻ. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് കണ്ടില്ലേ, അതൊരു ലൈറ്റ് യെല്ലോ കളറും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു കളർ ചേഞ്ചും വരും. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ പല കളറുകളിലുള്ള ഫ്ലവർ ഉണ്ടാവും. അടുത്ത വെറൈറ്റിയാണ് ഫയറോപ്പാൽ. അത് പേര് പോലെ തന്നെയാണ്, ഒരു ഫയറിൻ്റെ ഒരു കളറ് തന്നെയാണ്, തീജ്വാല പോലെ നമുക്ക് തോന്നിക്കും, അത്ര ഭംഗിയാണ്. ഇത് തിമ്മ വെറൈറ്റിയാണ്. തിമ്മയുടെ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവറാണ്. ഈ വെറൈറ്റി തിമ്മയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വലിയ പൂക്കളുമാണ്, ഇലകൾക്കാണെങ്കിൽ വേരിഗേഷൻ, ബ്യൂട്ടിഫുൾ വേരിഗേഷനുമാണ്. ഇത് മുന്നേ ഉണ്ടായിരുന്ന 2 വെറൈറ്റീസാണ്, വൈറ്റും റെഡും. നിറയെ പൂക്കളാണ്. ഇത് 21 ജുവലിൻ്റെ പീച്ച് കളറാണ്. അതിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയും എൻ്റെ ഗാർഡനിലുണ്ട് കേട്ടോ. ഇതിൽ ഓൾഡ് വെറൈറ്റീസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാം, ആ ബാക്ക് സൈഡിലിരിക്കുന്ന വലിയ പോട്ടിലുള്ളതെല്ലാം ഓൾഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. പക്ഷേ നിറയെ ഹെവി ആയിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന വെറൈറ്റീസാണ് അതൊക്കെ. ഇനി ഈ ഭാഗത്തായിട്ട് ഞാൻ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പ്ലാന്റ്സ് ഉണ്ട്. അതായത് ഈ വെറൈറ്റികളുടെയൊക്കെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ചെറിയ പോട്ടുകളിലുള്ളത് ഇവിടെ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റികളുടെയും നമുക്ക് ചെറിയ തൈകൾ അവൈലബിൾ ആണ്. എല്ലാം തന്നെ ബ്ലൂമിങ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള പ്ലാന്റ്സാണ്. ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടുണ്ട്. അതായത് എല്ലാം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ തൈകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ അത് പിടിക്കാതെ പോകും എന്നുള്ളൊരു ഡൗട്ടൊന്നും നമുക്ക് വേണ്ട. എന്തായാലും അത് പിടിച്ച് കിട്ടുന്ന പ്ലാന്റ്സ് തന്നെയാണ്, നല്ല റൂട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബൊഗൈൻവില്ലയുടെ പൂക്കാലം എന്ന് പറയുമ്പോൾ നവംബർ മുതൽ മെയ് മാസം വരെയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ബൊഗൈൻവില്ല പ്ലാന്റ്സ് 1-2 എണ്ണമെങ്കിലും കാണാത്ത ഒരു വീടും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പ്ലാന്റ്സിനെ നമ്മൾ ഒക്ടോബർ മാസത്തിലൊക്കെ നല്ലതുപോലെ മൂടൊക്കെ ഇളക്കി കൊടുത്ത് വളമൊക്കെ ഇട്ട് പ്രൂൺ ചെയ്ത് റെഡിയാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നവംബർ മുതൽ മെയ് മാസം വരെ അത് നിറയെ പൂത്ത് നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇതുപോലെ അല്ലേ, ഇതൊരു നല്ല ഹെവി ബ്ലൂം ചെയ്ത് നിൽക്കുന്ന ഒരു ബൊഗൈൻവില്ലയാണ്. ചില്ലി ഐസ്ക്രീം എന്ന വെറൈറ്റിയാണ്. വളരെ മനോഹരമായൊരു വെറൈറ്റിയാണ്. ഇത് കെയർ ചെയ്യാനും ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ആണെങ്കിൽ പോലും വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലർ പറയും മഴ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറയും. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഹെവി ആയിട്ട് റെയിനിങ് സീസൺ വരുമ്പോൾ മാത്രം നമ്മളൊന്ന് കെയർ ചെയ്താൽ മതിയാവും. അല്ല ചെറിയൊരു മഴയൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ബ്ലൂമിങ് സീസൺ കഴിഞ്ഞ് അതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിൻ്റെ മൂടൊക്കെ ഒന്നുകൂടെ റെഡിയാക്കി കുറച്ച് വളവും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുക. വളമെന്ന് പറയുമ്പോൾ നമുക്ക് DAP ഇട്ട് കൊടുക്കാം. 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് NPK ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വളം മാറ്റി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കൊടുത്തിരുന്നാലും അതൊരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അതുമാത്രമല്ല, ഒരു ഫ്ലവറിങ് സീസൺ കൊഴിഞ്ഞ്, അതായത് ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് അത് കൊഴിഞ്ഞു പോയ ശേഷം നിങ്ങൾ വീണ്ടും കുറച്ച് വളമിട്ട് അതിനെ റെഡിയാക്കി നിർത്തുക. പിന്നെ ഒരു ചെറിയ പ്രൂൺ ചെയ്ത് കൊടുക്കുക, സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു തളിർപ്പിൻ്റെ ടിപ്പ് മാത്രം ഒന്ന് നുള്ളി കൊടുക്കുക. അങ്ങനെയൊക്കെ പരിപാലിച്ചൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പൂക്കളായിരിക്കും. നല്ല ഒരു ഗാർഡൻ പ്ലാന്റാണിത്. അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള എല്ലാ വെറൈറ്റീസും ഇതിൽ
ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ചില വെറൈറ്റീസൊക്കെ അപ്പോൾ പൂത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെറൈറ്റികളെല്ലാം കൂടെ ചേർത്ത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള പ്ലാന്റ്സ് വെച്ചിട്ടാണ്, അതായത് ഫ്ലവർ ചെയ്ത ആദ്യ സെറ്റിൽ ഫ്ലവർ ചെയ്ത പ്ലാന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. മറ്റുള്ള പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുകയാണ്. മാത്രമല്ല ഇതിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം എൻ്റെ ഗാർഡനിലുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ ID ഏകദേശമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. പിന്നെ പ്ലാന്റ്സിൻ്റെ തൈകളെക്കുറിച്ചുള്ള എൻക്വയറീസും നിങ്ങൾക്ക് നടത്താം. ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചെടികളെക്കുറിച്ചുള്ള ഏതെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. പ്ലാന്റ്സിൻ്റെ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. എൻ്റെ ഗാർഡനിൽ ഏകദേശം 35-ൽ പരം വെറൈറ്റി ബൊഗെയിൻവില്ലകളുണ്ട്. എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാരണം ചിലതൊന്നും ബ്ലൂം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും ഉൾപ്പെടുത്താത്തത്. മാത്രവുമല്ല വീഡിയോ ലെങ്ത് കുറയ്ക്കാനും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇനി അതെല്ലാം ബ്ലൂം ചെയ്യുന്ന അവസരത്തിൽ അതെല്ലാം കൂടി നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ചെടികളെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ ചെടി വിശേഷങ്ങളും പുതിയ ബൊഗെയിൻവില്ലകളുടെ വെറൈറ്റികളും ഒക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ ആൻഡ് സീ യു.